ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് പുതുവർഷമല്ലേ, അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലിരിക്കും. എല്ലാവർക്കും സുഖമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് 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 നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ കയ്പക്ക കയ്പക്ക ചെറുങ്ങനെ മുറിച്ചിട്ട് വറുക്കണം. ഇത് വറുത്ത് വെച്ചതാണ്. കയ്പക്ക ചെറുങ്ങനെ മുറിച്ചിട്ട് ഇത് അമ്മക്ക് കറിയാണ്. എനിക്ക് കറിയല്ല, അമ്മക്ക് കറി. എനിക്ക് കയ്പക്ക വറവാക്കുന്നതാണ്. കടുക് കരിയാമ്പെല്ലാം ഇട്ടതിന് ശേഷം കയ്പക്കയും നീരുള്ളി മുറിച്ചതാണ്. ഇത് എനിക്കാണ്, അമ്മക്കല്ല. എന്തേ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഞാൻ ബോട്ടിലൊന്നും ഇട്ടിട്ട് വെച്ചില്ല. എന്നിട്ട് ഇതിന് കുറച്ച് ഉപ്പിട്ട് വറക്കണം. ഇത് എനിക്കില്ല കറിയാണ്. ഇത് കുറച്ച് എണ്ണയിൽ വറുത്തതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ തേങ്ങയും വെളുത്തുള്ളി കുറച്ച് പുളി ഒഴിക്കണം. പുളി വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മളിത് കുറച്ച് വറുത്ത് കഴിഞ്ഞാൽ പുളി വെള്ളം. അമ്മയുടെ കറിയാണെന്നെങ്കിൽ ഇത് എണ്ണയിൽ വറുത്തിട്ട് ചുവപ്പ് കളറാണ്. ഇത് തേങ്ങയും പിന്നെ കൊത്തമ്പാരി അല്ല മമ്മി, തേങ്ങയും കൊത്തമ്പാരി പുളിയും മുളകും ഇട്ടിട്ട് പിന്നെ നെയ്സാണ് അരച്ചിട്ട് ഇത് തിളപ്പിച്ചിട്ട് കടുക് വറുക്കും. ഇതൊരു കറി. ഓ അമ്മ പറയുന്നത് കണ്ട, അമ്മ പറയുന്നത് ഇപ്പം ഞാൻ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പറഞ്ഞു. ഇത് പിന്നെ കയ്പക്ക എന്ന് പറഞ്ഞാൽ അകക്കായി ഇവർ പറയുന്നു ഈ ചെറുങ്ങനെ ഉറിച്ചിട്ട് വറക്കണം എന്ന് പറഞ്ഞു. ചുവപ്പ് കളറാകുമ്പോൾ പിന്നെ തേങ്ങയും പുളിയും കൊത്തമ്പാരിയും മുളകും ഇട്ടിട്ട് അരക്കണം. നെയ്സ് അരച്ചൂടെ കുറച്ച് തരി വേണം. ഇവർ ദഗ്ഗുന്ന് പറയും, തരിന. അങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് അമ്മക്ക് കറി. അപ്പോൾ എനിക്ക് ഈ കറി ഞാൻ ഇതുവരെ കൂട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വറവും കഞ്ഞി മതി. അങ്ങനെ ഞാനിത് ഇങ്ങനെ നീരുള്ളി ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ഒരു കറി വെക്കും, വറവ്. ഇനി ഇതെല്ലാം ആക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ അമ്മ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അമ്മ പറയുന്നില്ല, എനിക്ക് വിളി വിത്തെറിഞ്ഞൊരു സാധനമുണ്ട്, വിത്ത് പയറിൻ്റെ മെമ്പയറിനെ പോലത്തെ വേറൊന്ന്, അത് പട്ടാണി വെള്ളം തോന്നി, പട്ടാണി വെള്ളം. അതിനെ ചാറാക്കിയിട്ട് വെക്കണമെന്ന് ഈ എന്തെല്ലോ പറയും. പിന്നെ അവർ പറഞ്ഞതൊന്നും കേൾക്കില്ല, അത് നാളെ. ഇപ്പം ഇത് പകുതി ആയിട്ടാകുമ്പോൾ അങ്ങനെയെല്ലാം പ്രായമുള്ളവരങ്ങനെ എന്തെല്ലോ പറയും. പിന്നെ എന്ത് എല്ലാവർക്കും പിന്നെ പുതുവർഷമായിട്ട് കേക്ക് മുറിച്ച നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട. എനിക്കെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെയും ചെറിയ മോനെയും വലിയ മോനെയും കുഞ്ഞിനെയും മരിയോളെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അമ്മേനെ ഇളക്കിയിട്ട് അങ്ങ് പോകാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പിന്നെന്ത്, അപ്പം നമ്മൾക്ക് ഇന്ന് ഇഡ്ഡലി ചട്നിയാണ്. ചട്നി ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി ചട്നിയെല്ലാം കഴിച്ചു. പിന്നെ ഇതെല്ലാം രാവിലെയായി. ഇതിപ്പോൾ നാളേക്കാണ്. ഇതിനെ ഞങ്ങൾ നാളെ പൊടിയാക്കിയിട്ട് പിന്നെ കടുവറക്കും, സജ്ജികവല്ല കടുവറക്കും. അമ്മ വാതിലാക്കാൻ
ಮೊಬೈಲಲ್ಲಿ ಒದ್ದ ಯಾರಿಗಾದ್ರೂ ಅಡಿಗೆ ಮಾಡಲಿಕ್ಕೆ ಕಲಿಸುವುದು. എനിക്കിപ്പോൾ 3-4 ചെടികൾ അധികം വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വാടിപ്പോയി. ഇത് നീല ഇത് ഒരു നീല എന്തിപ്പോൾ ഒരു പേര് മറന്നുപോയി. അതിൻ്റെ പേര് ശംഖു, നീല ശംഖുവിൻ്റെ തീർക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒരു കഷ്ണം കൊണ്ടുവന്നതാണ്. അത് ഇങ്ങനെയായത്. പിന്നെ ഇത്തിരി ക്ലീൻ ആക്കാനെല്ലാം ഉണ്ട്. ഇത് ചെമ്പരത്തിയാണ്. പിന്നെ ഇത് റോസാണ്. ഇതിൻ്റെ റോസെല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞു. ഇത് വെളുത്ത മല്ലികയാണ്. ഇതെല്ലാം ഞാനിപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. അത് ഇപ്പോൾ ചെടി വാങ്ങിയ പാടെ ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ചെറിയ ചെറിയ ഓട്ടയാക്കണം. അപ്പോൾ വേണ്ട ഇങ്ങനെ തെറിപ്പിച്ചാൽ മതി. ചെറിയ ചെറിയ ഓട്ടയാക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി. അമർത്തിയാൽ വെള്ളം പോകുക. അപ്പം നമുക്ക് മറ്റേ ഇതുപോലെയൊന്നും വേണ്ട. ഒരു കറ്റാഴ വാഴയുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം പ്ലസ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ മൂടിനെല്ലാം ഓട്ടയാക്കിയതാണ്. നമുക്ക് ഇങ്ങനത്തെ കുപ്പിക്ക് മൂടിന് ചെറിയ ചെറിയ പിന്നില്ലേ, ഈ സാരിക്ക് കുത്തുന്ന ചുരിദാറിനെല്ലാം കുത്തുന്ന പിന്നോട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടാക്കിയാണ്. ഒട്ടാക്കിയിട്ട് ഇതിൽ വെള്ളം നിറച്ചാൽ പിന്നെ നല്ല വരുന്നതാണ്. കണ്ട നല്ല വരും. നിറച്ച് വെള്ളം വേണം. നല്ല വെയിലാണ്. കുറേ ബസ്സെല്ലാം നിന്നിട്ടുണ്ട്. ഇത് എടുക്ക ടൗണാണ്, ബസ് സ്റ്റാൻഡ്. കുറേ ബസ്സെല്ലാം നിന്നിട്ടുണ്ട്. 1, 2, 3, 4 ബസ് നിന്നിട്ടുണ്ട്. പിന്നെ ആയുർവേദ ശ്രീനിത്ത് ക്ലിനിക്ക് അടുത്ത് തന്നെ ഉണ്ട്. എല്ലായിടത്തുണ്ട്. എല്ലായിടത്തും തുണിക്കട ഉണ്ട്. എല്ലായിടത്തുണ്ട്. ഓക്കെ, ബൈ ബൈ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ.